തിയറം 5 ഡൈവേർജൻസ് ക്രൈറ്റീരിയ. അപ്പം ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ അവിടെ പറയുന്നത്. ഒരു കണ്ടീഷൻ ഓൾറെഡി നമ്മൾ ഇപ്പൊ നമ്മൾ മുമ്പ് എടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ ആണ്. അതായത് നമ്മൾ തിയറം 4ന്റെ നെഗേഷൻ, ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നെഗേഷൻ ആയിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് തന്നെയാണ്. കാരണം നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ അല്ലാത്തപ്പോഴുള്ള കണ്ടീഷനിലെ നമ്മൾ കാണിച്ചത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് രണ്ടുമാണ് ഡൈവേർജൻസ് ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ ഡൈവേർജൻസ് ക്രൈറ്റീരിയ പറയുന്നത് എ ഈസ് എ subset of R and F from A to R and C be a cluster point of A. If L element of R, then F does not have limit L at C if and only if there exists a sequence xn in A with xn not equal to C for all n element of n such that sequence xn converges to C but the sequence f of xn does not converges to L. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ തൊട്ട് മുന്നിൽ തിയറം 4 പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? തിയറം 4ന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ there exists a sequence xn in A. There exists a sequence xn in A such that xn not equal to C, xn converges to C, but f of xn does not converges to L. അതല്ലേ നമ്മളിപ്പോ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് ആക്ച്വലി അത് തന്നെയാണ്. ഈ ഡൈവേർജൻസ് ക്രൈറ്റീരിയയുടെ ആ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫോർത്ത് തിയറം തന്നെയാണ്. ഫോർത്ത് തിയറത്തിൽ നമ്മൾ പറഞ്ഞതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്. നമ്മൾ ആ തിയറം 4 മൊത്തത്തിൽ പറയുവാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ to L എന്ന് പറയുന്നതും there exists a sequence xn in A with xn not equal to C such that xn converges to C എന്ന് പറയുന്നത് xn converges to C വരുമ്പോൾ f of xn converges to L എന്ന് പറയുന്നത് ഇക്വലന്റ് ആണ് നമ്മൾ കണ്ടതാണ്. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഉണ്ടെങ്കിൽ അത് ഈഫ് ആൻഡ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഉണ്ടെങ്കിൽ there exists a sequence xn in A with xn not equal to C, xn converges to C ആണെങ്കിൽ f of xn converges to L. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എഫിന് എല്ലിൽ എഫിന് സി എന്നുള്ള പോയിന്റ് എൽ ലിമിറ്റ് അല്ല. F does not have a limit L at C. if and only ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വരണമായിരുന്നു. അപ്പം ഇല്ല എങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടി കണ്ടതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ ആണെങ്കിൽ xn converges to C വരുമ്പം f of xn does not converges to L. അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടി പ്രൂവ് ചെയ്തത്. അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത് ഡൈവേർജൻസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ. ഡൈവേർജൻസ് ക്രൈറ്റീരിയ ഒന്ന് പറയുന്നത് എഫിന് സിയിലെ ലിമിറ്റ് ഇല്ലാവാനുള്ള കണ്ടീഷൻ. ഇപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് നോട്ട് ഈക്വൽ ടു എൽ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മൾ സിയിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് കണ്ടുപിടിക്കണം അല്ലെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ്. ഇപ്പൊ സപ്പോസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് കണ്ടുപിടിക്കാനായിട്ട് എഫിന് അങ്ങനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് കണ്ടുപിടിക്കണം. 2 കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്താണ് ആ സീക്വൻസിന്റെ ഫംഗ്ഷൻ വാല്യൂ എടുക്കുമ്പോൾ അതായത് xn എന്ന് പറയുന്നത് കൺവേർജസ് ടു 2 ആണ്. സീക്വൻസ് xn കൺവേർജസ് ടു 2 ആണ്. പക്ഷെ എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജസ് ടു L. f of xn does not converges to L. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഈ സീക്വൻസ് ഇത് ഡൈവേർജന്റ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് നോട്ട് ഈക്വൽ ടു എൽ ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എഫിന് ലിമിറ്റേ ഇല്ല, ഒരു സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സീക്വൻസ് xn എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് such that xn converges to C and xn not equal to C but f of xn does not have a limit. f of xn ലിമിറ്റേ ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞത് എഫ് ഓഫ് എക്സ് എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, വേറെ എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ കൺവേർജ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് there exists a sequence xn in A such that xn not equal to C and xn converges to C വരുമ്പോൾ f of xn does not converges to L. f of xn does not converges to L എന്ന് പറയുമ്പോൾ f of xn എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, വേറെ എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തുടക്കം സെയിം ആണ്. xn is a sequence in A such that xn not equal to C and xn converges to C but f of xn does not converges in R.
ആറിൽ എഫ് ഓഫ് എക്സിന് ഒരു ലിമിറ്റേ ഇല്ല, എഫ് ഓഫ് എക്സ് എന്നുള്ള സീക്വൻസിന് ഒരു ലിമിറ്റേ ഇല്ല, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇത് ഡൈവേർജന്റ് ആണ് പറയാം. അതാണ് ഡൈവേർജൻസ് ക്രൈറ്റീരിയ പറയുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു സി വരുമ്പം എഫ് ഓഫ് എക്സ് എൻ എല്ലിലോട്ട് നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വേറെ എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്താൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എല്ലാന്ന് നമുക്ക് പറയാം, എല്ലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എല്ലിലോട്ട് കൺവേർജ് ചെയ്യണമായിരുന്നു. ഇവിടെ എന്നിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അത് എഫ് ഓഫ് എക്സിന് ലിമിറ്റേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമുക്ക് അപ്പം പ്രോബ്ലംസ് ഒക്കെ വരുമ്പം ഒരു സീക്വൻസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് തീരത്തിന്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെന്റുകൾ മാറി മാറി യൂസ് ചെയ്യാം. അതായത് ചില കേസിൽ നമുക്ക് ഒരു സീക്വൻസ് എടുത്തിട്ട് ആ എക്സ് എൻ കൺവേർജസ് ടു ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ആണ്, പക്ഷെ എഫ് ഓഫ് എക്സിന് ആ പർട്ടിക്കുലർ പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. കൂടുതൽ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്, എഫ് ഓഫ് എക്സിന് ലിമിറ്റേ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ചില പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എഫ് ഓഫ് എക്സിന് എല്ലെന്നുള്ള ലിമിറ്റ് ഇല്ല, വേറെയാണ് ലിമിറ്റ് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡൈവേർജൻസ് ക്രൈറ്റീരിയ.